മഴ തോരുമ്പോൾ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അങ്ങനെ വൈജയന്തി നമ്മുടെ ജോലിക്കാരിയോട് പറയുന്നു, അതെ ചേച്ചി എന്നുള്ള വീഡിയോ ഒഴിവാക്കിക്കോ, ഒന്നില്ലെങ്കിൽ കൊച്ചമ്മ അല്ലെങ്കിൽ മാഡം, ഇത് രണ്ടിലേതെങ്കിലും ഒന്ന് വിളിച്ചാൽ മതി, ഭാവിയിൽ അത് പ്രശ്നം ചെയ്യും, മനസ്സിലായല്ലോ എന്ന് പറയും. അപ്പോൾ മക്കൾ വന്ന് അവിടെ നിൽക്കും. അതിനുശേഷം മക്കൾ വന്ന്, അമ്മ എന്ത് ഭാവിച്ചാ, എന്ത് എന്ന് ചോദിക്കും. ഈ അടുക്കളയിൽ ഈ ചേച്ചിയുടെ ആവശ്യം ഇപ്പോൾ ഇവിടെ ഉണ്ടോ, ഒരു സെർവൻറ്റിൻ്റെ ആവശ്യമുണ്ടോ, ഞങ്ങൾ 3 പേരും ചെയ്തിരുന്ന പണികളല്ലേ. ഞാൻ അലീന ചേച്ചി പലതും പറഞ്ഞു തന്നിട്ടുണ്ട്. അലീന ചേച്ചിയും കുലീന ചേച്ചിയും പറഞ്ഞതൊന്നും ഇവിടെ നടപ്പിലാക്കണ്ട. ഇപ്പം തൽക്കാലം നിങ്ങൾ ഞാൻ പറയുന്നത് അനുസരിക്കുക, നിങ്ങൾക്ക് പഠിക്കുക. വെളുപ്പിന് 5 മണിക്ക് എഴുന്നേറ്റ് കിടക്കള ജോലി ചെയ്യേണ്ട കാര്യം നിങ്ങൾക്കില്ല, പ്രത്യേകിച്ചും രോഹിത്തിന്. അവള് നിങ്ങളെ കൊണ്ട് പണിയെടുപ്പിച്ചും കഴിഞ്ഞിട്ട് അവൾ സപ്പറം മഞ്ചക്കാട്ടിലിൽ സുഖിച്ചിരുന്നിട്ടുണ്ടാവും. അതിനി ഇവിടെ നടക്കില്ല. പറഞ്ഞത് മനസ്സിലായല്ലോ എന്ന് പറയും. ഇപ്പോൾ തൽക്കാലം നിങ്ങളുടെ ജോലി നിങ്ങൾ ചെയ്യുക. ഞാൻ പറയുന്നത് മാത്രം ഇനി നിങ്ങൾ അനുസരിച്ചാൽ മതി. നിങ്ങൾ നിങ്ങളുടെ കാലത്ത് നിങ്ങളുടെ ചിലവിൽ ഞാൻ കഴിയുമ്പോൾ നിങ്ങൾ പറയുന്നത് ഞാൻ അനുസരിക്കാം. അതുവരെയും ഞാൻ പറയുന്നത് നിങ്ങൾ അനുസരിക്കണം, മനസ്സിലായല്ലോ എന്ന് പറയും. അതോടുകൂടി ബബിയോടും കൂടി പറയുന്നതെന്ന് പറഞ്ഞു ബബിയുടെ മുഖത്തേക്ക് കൈ ചൂണ്ടും. അങ്ങനെ ബബി ദേഷ്യത്തോടെ നേരെ റൂമിലേക്ക് പോകും. അപ്പോൾ കൃഷ്ണനോട് പറയും, കൃഷ്ണനോട് ബബി നമ്മുടെ വൈജയന്തി പറയും, നിന്നോട് കൂടിയിട്ട് പറഞ്ഞത് വെറുതെ എന്നായിട്ട് തല്ലുപിടിച്ച് നിങ്ങളുടെ ആരോഗ്യം കളയണ്ട സമയവും എന്ന് പറയും. അങ്ങനെ കൃഷ്ണയും പോവും. അതിനുശേഷം പിന്നെ അലീനയുടെ പേരും പറഞ്ഞ്, ഇനി നീ ആ വീട്ടിൽ നിന്നിറങ്ങിയ ഇനി നിനക്ക് ഒരിക്കലും കയറാൻ പറ്റില്ല, വേണമെന്നുണ്ടെങ്കിൽ ബുദ്ധിയുള്ളവളാണെങ്കിൽ നീ ഇപ്പം അങ്ങോട്ട് കയറി പറ്റണേ. അത് നല്ല ഐഡിയ എന്ന് വൈജയന്തിക്ക് തോന്നും. അങ്ങനെ വൈജയന്തി ഡ്രസ്സൊക്കെ പാക്ക് ചെയ്യുന്നു. അതിനുശേഷം ബബിതനൊന്ന് വിളിക്കുന്നു. ആദ്യത്തെ ഫോൺ ബബിത എടുക്കില്ല. രണ്ടാമത് വിളിച്ചപ്പോൾ നിന്റെ കൈ ഒടിഞ്ഞിരിക്കേണ്ടി, നീ എന്നാടി ഫോൺ എടുക്കാത്തതെന്ന് ചോദിക്കും. എനിക്ക് സൗകര്യമില്ല, എന്താ കാര്യം ശരിയായിരിക്കും. നാളെ ഭാവിയിൽ അവർ കല്യാണം കഴിച്ച് കഴിയുമ്പോൾ അച്ഛൻ വീട്ടിൽ അവർ പണിയെടുക്കേണ്ടി വരും, അല്ലെങ്കിൽ അവളന്മാർ അവനെ കൊണ്ട് പണിയെടുപ്പിക്കും. നീ കണ്ടിട്ടുണ്ടോ, ഇനി ഇവൻ നല്ല ഭക്ഷണങ്ങളൊക്കെ വയ്ക്കും. ആ വരുന്ന പെണ്ണ് ഇവൻ വയ്ക്കുന്ന ഭക്ഷണം ഇഷ്ടപ്പെടില്ല. അപ്പോൾ ഇവൻ കയറി അടുക്കളയിൽ പാചകം ചെയ്യും. അത് അവർക്ക് ഒരു എളുതരമാവും. അങ്ങനെ സ്ഥിരം ഇവൻ അവിടുത്തെ അടുക്കള പണിക്കാരനാവും, എവിടത്തെ ആയാലും. അതിൻ്റെ ആവശ്യം ഇല്ല, മനസ്സിലായാന്ന് ചോദിക്കും. പിന്നെ ഒരു കാര്യം കൂടി നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ തൽക്കാലം നിങ്ങളുടെ കാര്യങ്ങൾ മാത്രം നോക്കുക, പഠിക്കുക, ഭക്ഷണം കഴിക്കുക. അതല്ലാതെ വേറൊരു കാര്യവും ഇവിടെ വേണ്ട. ഞാൻ പറയുന്നത് അനുസരിച്ചാൽ മതി. ശരി അമ്മേ, അമ്മനോട് കൂടുതലൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, അമ്മ പറഞ്ഞ പോലെ ആരോഗ്യം കളയണ്ടല്ലോ എന്ന് പറഞ്ഞു കൃഷ്ണ മോളകത്തേക്ക് പോകും. പിന്നീട് ബാലചന്ദ്രനെ കാണിക്കുന്ന ബാലചന്ദ്രൻ്റെ അടുത്തേക്ക് ബബിത ചാടിത്തുള്ളി ചെല്ലും. അച്ഛാ, ഈ അമ്മയ്ക്ക് എന്താ ഇങ്ങനെ, അമ്മ സ്വയം ആധിപത്യം സ്വീകരിക്കുന്നത്, ഇവിടെ പ്രശ്നങ്ങൾ ഉണ്ടാക്കണം, ഞങ്ങൾക്ക് അടുക്കളയിലൊന്നും പണിയെടുക്കാൻ പറ്റില്ല, ഞങ്ങളെ പിരിച്ചു വിട്ട്, ഞങ്ങൾക്ക് നല്ല രുചിയായി ഭക്ഷണം ഉണ്ടാക്കി ഇഷ്ടമുള്ളത് വെച്ചുണ്ടാക്കി കഴിക്കാൻ പറ്റണില്ല. ഇപ്പോൾ ആ ജോലിക്കാർ വെച്ച് തരുന്നത് ഞങ്ങൾ കഴിക്കേണ്ട അവസ്ഥയായി. ഈ വീട്ടിലൊരു ജോലിക്കാരുടെ ആവശ്യമുണ്ടോ അച്ഛാ? അമ്മ എന്തെങ്ങനെയെന്ന് വെച്ചാൽ പറയും, എടി മോളെ, അലീന പോയത് എന്തിനാ ഈ വീട്ടിൽ നിന്ന്? അതെനിക്കിപ്പോഴും അറിയില്ല അച്ഛാ എന്ന് പറയും. അവൾ പോയത് നിങ്ങളുടെ അമ്മ ഈ വീട്ടിലേക്ക് തിരിച്ചു വരാനും നിങ്ങളും അമ്മയും സന്തോഷത്തോടെ ഈ വീട്ടിൽ കഴിയാനും നിങ്ങൾ അമ്മയുടെ തണലിൽ ജീവിക്കാനും വേണ്ടിയിട്ടാണ്. അത്രയും സന്തോഷം ഉണ്ടായിട്ട് മനസ്സോടെ അവൾ ഈ വീട്ടിൽ നിന്ന് പോയതെന്ന് പറയും. അപ്പോൾ നിങ്ങൾ എന്താ വേണ്ടത്, അതിനനുസരിച്ച് ജീവിക്കുകയല്ലേ വേണ്ടതെന്ന് പറയും. എന്ന് വെച്ചിട്ട് ഇതൊരു എന്താ പറയുക, ഒരു ഭരണം ഞങ്ങളുടെ മേത്ത് അടിച്ചേൽപ്പിക്കുന്ന പോലെ എന്ന് പറയും. നിങ്ങൾക്കിപ്പോൾ എന്താ വേണ്ടത്, നമുക്കൊരു കാര്യം ചെയ്യാം, ഔട്ടിങ്ങിന് പോയാലോ എന്ന് പറയും. ഔട്ടിങ്ങിനൊക്കെ പോവാം, പക്ഷേ അലീന ചേച്ചി പോയാലും അച്ഛൻ അമ്മയും ഇങ്ങനെ രണ്ടോടത്ത് നിൽക്കുന്നത് കൊണ്ട് തന്നെ പ്രശ്നങ്ങളൊന്നും അവസാനിക്കുന്നില്ല. അച്ഛനും അമ്മയും തമ്മിലുള്ള പ്രശ്നങ്ങൾ അവസാനിച്ചാലല്ലേ ഞങ്ങൾ സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റുള്ളൂ. ഇത് നിങ്ങൾ തമ്മിലെന്നും വഴക്ക് തന്നെയല്ലേ എന്ന് പറയും. അത് നോക്കണ്ട, എൻ്റെ കാര്യം നിങ്ങൾ വിട്ടുകളയും, നിങ്ങളുടെ കാര്യം മാത്രം നിങ്ങൾ നോക്കിയാൽ മതി, നീ പോയി അവരെ വിളിച്ചിട്ടുണ്ടാകും, നമുക്ക് ഔട്ടിങ്ങിന് പോകാമെന്ന് പറയും. അപ്പോൾ നമ്മുടെ ബബിത സന്തോഷത്തോടെ പോയി ഈ രോഹിത്തിനെയും കൃഷ്ണമോളെയൊക്കെ വിളിക്കാൻ പോണ്. അപ്പോൾ ഇതിനും ജോലിക്കാരിയില്ല, ആ കറികളൊക്കെ ആക്കിയപ്പോൾ അതിന് മുന്നേ ഒരു സാമ്പാറും ഒരു തോരനും ഒരു മുട്ട ചിക്കിയതും മതി എന്ന് പറഞ്ഞിട്ടുണ്ടായാലും കൂടി ജോലിക്കാരി ആദ്യത്തെ ദിവസമായതുകൊണ്ട് ഒരുപാട് ഭക്ഷണമൊക്കെ ഉണ്ടാക്കി. അപ്പോൾ വൈജയന്തി കണ്ടു, ഇതെന്തായാലും ഇവിടെ കല്യാണം ഉണ്ടോ എന്ന് ചോദിക്കും. അത് പിന്നെ കുറച്ചമ്മേ, ഇത് എൻ്റെ ഫസ്റ്റ് ദിവസമല്ലേ, ഇന്ന് ഇങ്ങനെ ആവട്ടെ എന്ന് വിചാരിച്ചു. അങ്ങനെ നോക്കിയപ്പോൾ ഉണ്ട് ബാലചന്ദ്രൻ മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നത്. ബാലചന്ദ്രൻ്റെ ഭക്ഷണം കഴിക്കാൻ വിളിക്കുന്നില്ല, അവിടെ തന്നെ ഇങ്ങനെ തിരിഞ്ഞ് നിൽക്കണം വൈജയന്തി. അപ്പോൾ നോക്കിയപ്പോൾ മക്കളെല്ലാവരും ഒരുങ്ങി വരുന്നു. എന്താ വിട്ട് നിൽക്കണം വൈജയന്തി. പിന്നെ നോക്കിയപ്പോൾ മുകളിൽ നിന്ന് രോഹിക്കും. അപ്പോൾ പറയും, അമ്മ ഞങ്ങളെല്ലാവരും കൂടെ ഒരു ഔട്ടിങ്ങിന് പോകണമെന്ന് പറയും. ഔട്ടിങ്ങിനോ? ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോകുന്നുണ്ട്. അപ്പോൾ ഇവിടെ വെച്ചത് ആർക്കുണ്ടെന്ന് പറയും. ഇവിടെ വെച്ചതൊക്കെ നിങ്ങൾ വെച്ചോ, ഞങ്ങളെന്താടി ആനയുണ്ട് ഒരു കുടുംബത്തിൽ മുഴുവനുള്ളവർക്ക് കഴിക്കാൻ വേണ്ടി വെച്ച ഭക്ഷണം ഒന്നിച്ച് കഴിക്കാൻ.
ഈ നട്ടുച്ച നേരത്ത് നിങ്ങൾക്ക് ഔട്ടിങ്ങിന് പോകേണ്ട കാര്യം എന്താ? ഇതെന്നെ തോൽപ്പിക്കാൻ വേണ്ടിയിട്ടല്ലേ? ഈ ഭക്ഷണം നിങ്ങൾ കഴിക്കാണ്ടിരിക്കാൻ വേണ്ടിയിട്ടല്ലേ എന്ന് പറയും. അങ്ങനൊന്നുമില്ല, ഞങ്ങൾക്കിന്ന് ബിരിയാണി കഴിക്കണമെന്ന് തോന്നി, ഞങ്ങൾ ബിരിയാണി കഴിക്കാൻ പോണു. ഞങ്ങൾ അച്ഛൻ ക്ഷണിച്ചു, ഞങ്ങൾ പോണു. അത്രേ ഉള്ളൂ എന്ന് പറയും. ബാലേന്ദ്ര, ഇത് ബാലേന്ദ്രൻ്റെ മനഃപൂർവ്വമുള്ള തീരുമാനമാണല്ലേ എന്നിങ്ങനെ വൈജയന്തി ചോദിക്കും. വൈജയന്തിക്ക് അതിനുള്ള മറുപടി കൊടുക്കില്ല. ബബിതേ, നിങ്ങൾക്ക് ഇപ്പോൾ ഔട്ടിങ്ങിന് പോകണമെങ്കിൽ പോവാം, ഇല്ലെങ്കിൽ അടുത്ത കൊല്ലം ഓഗസ്റ്റിലോ സെപ്റ്റംബറിലോ ഒക്കെ ആവുള്ളൂ കേട്ടോ പറയും. ഇല്ല അച്ഛാ, ഞങ്ങൾ പോകണമെന്ന് പറയും. രോഹിത്തെ, നിനക്കിപ്പോൾ ബിരിയാണി കഴിക്കാൻ കൊതിയുണ്ടടാ, നീ ഇടയ്ക്കിടയ്ക്ക് പുറത്തുനിന്ന് കഴിക്കാനാണല്ലോ എന്ന് പറയും. ഞാൻ ബിരിയാണി കഴിക്കില്ല അമ്മ, എനിക്ക് ബിരിയാണി ഇഷ്ടമില്ല, ഞാൻ കഴിക്കാൻ പോകുന്നത് കുഴിമന്തി എന്ന് പറയും. അങ്ങനെ ബാലചന്ദ്രൻ ഇറങ്ങിപ്പോവും. കൂട്ടത്തിൽ ബബിതയും കൃഷ്ണമോളും പോവും. രോഹിത്ത് വൈജയന്തിയെ നോക്കി പോയിട്ട് വരാമെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ട് പോവും. അതോടുകൂടി വൈജയന്തിക്ക് ആകെ കലിയിളക്കും. വൈജയന്തിക്ക് മനസ്സിലായി തന്നെ തോൽപ്പിക്കാനുള്ള പരിപാടി എന്നുള്ള കാര്യം. അതിന് ശേഷം ഇതെന്ത് ചെയ്യും കൊച്ചമ്മ, ഇത്ര അധികം ചോറും കറികളും ഒക്കെ എടുത്ത് ഫ്രിഡ്ജിൽ കയറ്റിക്കോ, അല്ലാണ്ട് എന്താട്ടാ ചെയ്യുക, എല്ലാം കൂടെ എടുത്ത് തോട്ടിലേക്ക് എറിയാനാണ് തോന്നുന്നത്. അയ്യോ കൊച്ചമ്മ എന്ന് പറയും. അതെ, ഇത് എന്നെ തോൽപ്പിക്കാനുള്ള പരിപാടിയാണ്. പിന്നെ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ഇവിടെ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ മാത്രം അറിയാൻ പാടില്ല, മറ്റൊരുത്തിൽ അറിയരുതിട്ടാണെന്നറിയാം. അയ്യോ കൊച്ചമ്മ, ഞാൻ അങ്ങനത്തെ ആളല്ല, എന്നെക്കുറിച്ചൊന്ന് അന്വേഷിച്ച് നോക്കും, നിന്നെക്കുറിച്ച് അന്വേഷിക്കാനൊന്നും എനിക്ക് നേരമില്ല, ഞാൻ കാര്യം പറഞ്ഞാണെന്ന് പറഞ്ഞ് വൈജയന്തി ചാടിത്തുള്ളി പോകും. കുറച്ചൊക്കെ ഭക്ഷണങ്ങളൊക്കെ അതിൽ നിന്നൊക്കെ എടുത്ത് കഴിഞ്ഞിട്ട് ജോലിക്കാരെടുത്ത് ഇങ്ങനെ കഴിച്ചിട്ട് ബാക്കിയൊക്കെ കൊണ്ട് അടുക്കളയിലേക്ക് വെക്കും. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നമ്മുടെ അലീന മനുവിനെ ഫോൺ ചെയ്യുന്നു. വിശേഷങ്ങളൊക്കെ ഓരോന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. പപ്പേരെ കുടിയും അതുപോലെ തന്നെ ജോലിക്കാരുടെ കള്ളത്തരങ്ങളും പിന്നീട് വല്യപ്പച്ചൻ തന്നെ പുറത്താക്കാൻ വന്നതും അതിനുശേഷം ആ പുള്ളിക്കാരൻ്റെ ഭാര്യയുടെ മുഖച്ഛായ എനിക്കുണ്ടെന്ന് പറഞ്ഞ് ഇപ്പം ഞങ്ങൾ രണ്ടുപേരും ഒരു സെറ്റായതും അങ്ങനെ ഒരുപാട് കാര്യങ്ങളൊക്കെ പറഞ്ഞ് ഒരുപാട് സന്തോഷത്തോടെയാണ് മനു അലീനയും ഫോൺ വയ്ക്കുന്നത്. പിന്നീട് കാണിക്കുന്നത് ബാലചന്ദ്രനെയാണ്. ബാലചന്ദ്രൻ്റെ ഔട്ടിങ്ങൊക്കെ കഴിഞ്ഞ് വരുന്നപ്പോൾ പറയും, വരുന്ന വഴിക്ക് പറയും, പറഞ്ഞതൊക്കെ അറിയാലോ, അലീന ഇവിടെ നിന്ന് പോയത് നിങ്ങളെ വീട്ടിൽ ഈ വീട്ടിൽ സന്തോഷം കിട്ടാൻ വേണ്ടിയിട്ടാണ്. എൻ്റെ കാര്യം നിങ്ങൾ വിട്ടുകളയി, എന്നെക്കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട, നിങ്ങളും അമ്മയും നല്ല സന്തോഷത്തോടെ കഴിയാൻ നോക്കിക്കോ. അതല്ലെങ്കിൽ അലീന ഇവിടുന്ന് പോയതിൽ ഒരു കാര്യം ഉണ്ടാവില്ല. അലീന പോയത് തന്നെ നിങ്ങളുടെ ഈ വീട്ടിലെ സന്തോഷം നിലനിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഇഷ്ടമില്ലാണ്ട് മനസ്സോടെ ആ പെൺകുട്ടി ഇവിടുന്ന് പോയത്. അപ്പോൾ അതിനനുസരിച്ച് നിങ്ങൾ പഠിക്കണം. പിന്നെ അലീന പഠിപ്പിച്ചെന്ന പാചകമല്ലേ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റാത്തുള്ളൂ, ബാക്കി എല്ലാ കാര്യങ്ങളും ഉണ്ടല്ലോ, അതിൽ നിന്ന് നിങ്ങൾ ആരും തടയൂലല്ലോ. അപ്പോൾ അതുകൊണ്ട് നിങ്ങളായിട്ട് ജീവിക്കുക, അതിലൊരു മാറ്റം വരുത്തരുതെന്ന് പറഞ്ഞ് മക്കളെ ഉപദേശിക്കുന്നുണ്ട് ബാലചന്ദ്രൻ. പിന്നീട് മനുവിൻ്റെയും അലീനയുടെയും പ്രണയം എന്തായാലും നമ്മുടെ സ്റ്റാലിൽ തകർക്കുന്നൊരു ഭാഗമൊക്കെയാണ് കാണിക്കുന്നത്. കാരണം അലീനനെ മറ്റൊരുത്തിന് വിവാഹം കഴിച്ചു കൊടുക്കാനുള്ള തയ്യാറെടുപ്പൊക്കെയാണ് നമ്മുടെ സ്റ്റാലിലേക്ക്. അതായത് എൻ്റെ മോൾ ഇത്രയും നാളും 23 വർഷം അനാഥാലയത്തിൽ കഷ്ടപ്പെട്ടതാണ്. ഇനി എൻ്റെ മോള് രാജകീയമായി ജീവിക്കണം, അതായത് അലീന എന്നുള്ള പേര് ഞാൻ മാറ്റി പ്രിൻസസ് ഓഫ് കൊട്ടാരമറ്റത്തിൽ എന്നങ്ങനെ ആക്കാൻ പോണ് ഞാൻ അവളെ. എന്നിട്ട് അവളെ നല്ലൊരു ചെറുക്കനെ കല്യാണം കഴിച്ചെടുക്കും എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പിന്നീട് അലീന കരഞ്ഞിരിക്കുന്ന ഒരു ഭാഗം കൂടിയാണ് കാണിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.